അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കൊരു ട്രിപ്പ് പോയാലോ, അതും ബുള്ളറ്റിൽ മൂന്നാറിലോട്ട്. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്തൊക്കെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പോവാം. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, എനിക്ക് കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ബാഗിൽ പാക്കാക്കി. അപ്പോൾ അതൊക്കെ വണ്ടിയിൽ അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ യാത്ര തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 7:30 മണിയൊക്കെ വൈകുന്നേരം ആയിട്ടുണ്ടാവും. നമ്മളൊരു കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴാണ് നമ്മളെ ലഗേജ് കെട്ടിയത് സെറ്റല്ല എന്ന് മനസ്സിലായത്. കാരണം എനിക്ക് ഇരിക്കാൻ അത്രയ്ക്കും കംഫേർട്ട് ഉണ്ടായില്ല. അപ്പോഴൊക്കെ പിന്നെ അതൊന്നും കൂടി അയച്ച് സെറ്റാക്കി ലെവലാക്കി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ടീ ബ്രേക്കൊക്കെ എടുത്തിട്ടാട്ടോ യാത്ര. കാരണം നമ്മൾ ചെറുതിനെയും കൊണ്ടാണ് പോണത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി റെസ്റ്റൊക്കെ എടുത്ത് പതിയെ, പിന്നെ നമ്മളൊരു പ്ലാനും ഇല്ലല്ലോ, അപ്പോൾ പതിയെ അങ്ങനെ പോയി. പിന്നെ ഇപ്പോൾ ഏകദേശം പൊള്ളാച്ചി എത്തി കഴിഞ്ഞപ്പം നമ്മൾ അവിടെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടുത്തെ നൂഡിൽസും പൊറാട്ടയും മട്ടനും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. അടിപൊളിയാണ്. പിന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റുള്ള ടാസ്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒന്ന് പൊള്ളാച്ചി സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ ഒരു അടിപൊളി റൂം സെറ്റാക്കി എടുക്കണം. അത് കുറച്ച് ടാസ്ക് ചെയ്യുന്നു, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ഒരു മീഡിയം, അതായത് നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രിപ്പല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടൊരു നമുക്കിപ്പോൾ ഏകദേശം രാത്രി ഒന്ന് ഉറങ്ങി രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ടുള്ള റൂമൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ സുഖമായിട്ടൊന്ന് ഉറങ്ങി. അവിടെ പൊള്ളാച്ചി നല്ല ചൂടാണ്, ക്ലൈമറ്റ് ഒട്ടും ഓക്കെ അല്ല, എങ്കിലും ക്ഷീണം കൊണ്ടാണ് തോന്നുന്നു നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള റൂമല്ലേ ഇനി. കാരണം അവിടെ ആ ടൈമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല റൂം കിട്ടുകയെന്ന് പറയുന്നത് ടാസ്ക്കാണ്. എന്നാലും കുഴപ്പമില്ലാത്ത റൂമേനി. നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് ഫ്രഷായി. ഇനിയിപ്പോൾ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ലഗേജ് വണ്ടിയിൽ വെക്കുക എന്നുള്ളതാണ്. ഇനി പോണ റൂട്ട് അത്യാവശ്യം കാടും എല്ലാം ചേർന്നിട്ടുള്ള റൂട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ലഗേജൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റാക്കി എടുക്കണം. അതിന് കുറച്ച് ടൈം എടുക്കും. നമ്മളൊരു 6 മണിക്ക് പോകണം വിചാരിച്ച് നമ്മൾ നീറ്റപ്പോൾ തന്നെ 7:30. പിന്നെ ഇപ്പോൾ മാറ്റി ഇറങ്ങിയപ്പോൾ 8 മണിയായി. ഇപ്പോൾ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ആര്യന് ഫുഡ് കൊടുക്കണം. നമ്മൾ രാത്രി ഇവിടെ എത്തിയപ്പോൾ അവൻ ഉറങ്ങീന്, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവന് നല്ല വിശപ്പുണ്ട്. അപ്പോൾ അവന് രാവിലെ നല്ല ഫുഡ് കൊടുക്കണം. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തൊരു അടിപൊളി ഹോട്ടൽ കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും കഴിക്കാൻ ഇഷ്ടം അവിടുത്തെ ദോശകൾ ടേസ്റ്റ് ചെയ്യാനാണ്. നെയ് റോസ്റ്റും അതേപോലെ തന്നെ അവിടുത്തെ അവരുടെ ചട്ടിനിയും സാമ്പാറും ഒക്കെ നല്ല ടേസ്റ്റ് ആക്കണം. അപ്പോൾ ഞാൻ വേറെ ഒന്നുമല്ല ഓർഡർ ചെയ്ത് നെയ് റോസ്റ്റ് തന്നെ. ആ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു നെയ് റോസ്റ്റ് തന്നെയാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു ആര്യന് വേണ്ടി ആര്യനും ഒന്നും ഓർഡർ ചെയ്തത്, ആര്യനെ പകുതി മുക്കാലും കഴിച്ച് ഞാൻ പിന്നെ എനിക്ക് ഓർഡർ ചെയ്ത്. അപ്പോൾ അങ്ങനെ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. കാറ്റാടികൾ ഇങ്ങനെ കാടിൻ്റെ ഇടയിൽ കൂടെ അത് ഓരോ കാറ്റിൻ്റെ ദിശക്കനുസരിച്ച് കറങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം കാറിലാണ് പോയത്, അതും രാത്രി ആയതുകൊണ്ട് എനിക്ക് കാഴ്ച കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പം ഞാൻ ഈ ബുള്ളറ്റിൽ പോകുമ്പോൾ എനിക്ക് ആ കാഴ്ച കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെ പോയത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ റൂട്ടിലിങ്ങനെ പോകുമ്പോൾ കുറേ ഒറ്റപ്പെട്ട സ്ഥലങ്ങളും വീടുകളും അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ കൃഷികളും ഒക്കെ ആയിട്ട് നല്ലൊരു ഏരിയയാണ്. നമ്മളിങ്ങനെ ബുള്ളറ്റിലിങ്ങനെ ലോങ് ജേണിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് കാറിൽ പോണതിലൂടെ ഒന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അത് കാണാൻ തന്നെ ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ ചോളത്തിൻ്റെയും അങ്ങനെ ഓരോ കൃഷികൾ ഓരോ ഏരിയയിൽ കൂടെ, അതിനോടനുബന്ധിച്ച് ഓരോ വീട്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആളുകളുടെ ഡ്രസ്സിങ് രീതി മാറി, സംസ്കാരം മാറി, രസമായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ പോണത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിന് കേട്ടോ. എനിക്കത് രസം. പിന്നെ നമ്മളിപ്പോൾ ഈ കിടക്കുന്ന ഒരു ഏരിയ അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ്. അതായത് ഇനിയിപ്പോൾ ഇങ്ങനെ പോണത് നമ്മളൊരു 2 സൈഡിലും പുളിമരങ്ങൾ ഇങ്ങനെ കൂടി നിന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ അതും നല്ല രസമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോറസ്റ്റിക്ക് പോവാണ്. ചെക്ക് പോസ്റ്റ് കിടക്കണം. അവിടെ ശരിക്കും ഒരു ടാസ്ക്കാണ്. നമ്മൾ കുട്ടീനെ കൊണ്ടൊക്കെ പോകണോണ്ട് തന്നെ അപ്പോൾ നിർത്തിക്കോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അവിടെ വലിയ സീനൊന്നും ഉണ്ടായില്ല. അവിടുന്ന് എനിക്ക് അപ്പോഴും ഒരു ചെറിയ ബ്രേക്ക് കിട്ടി. അപ്പോൾ ഞാൻ കുട്ടീനായിട്ട് ഒന്ന് കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെയാണ് ശരിക്കുള്ള പണി കിട്ടിയത് കേട്ടോ. നമ്മളെ വണ്ടി ഒരു പണി തന്ന്, അതായത് എങ്ങനെയായാലും കാടിൻ്റെ നടുവിലെത്തി കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടാവില്ല. കുറച്ച് നേരമൊക്കെ എനിക്ക് രസമായിന്. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് രസമാക്കി. പിന്നീട് ഇത് എനിക്ക് സ്റ്റാർട്ടാവണില്ല എന്നുള്ള മനസ്സിലായി. പിന്നെ ഫോറസ്റ്റുകാരൊക്കെ വന്ന് വണ്ടി ഉന്തി തള്ളി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കൊടുന്ന്, പിന്നെ അവിടുന്ന് മെക്കാനിക്കിനൊക്കെ വിളിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടാണ് സംഭവം റെഡിയായി കിട്ടിയത്. എന്തായാലും ഒരു 2-3 മണിക്കൂർ ഞങ്ങൾക്ക് അവിടെ ഡിലേ ആയി. ഞാനിവിടെ എന്നിട്ട് റെസ്റ്റ് ചെയ്തതിന്. പക്ഷേ എനിക്കത് ഫീൽ ചെയ്തില്ല. ഇവിടെ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിന്നെ വണ്ടി റെഡി ആയപ്പോൾ പോന്നു. പിന്നെയുള്ള റൂട്ട് നല്ല ഭംഗിയാണ്. പക്ഷേ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു, അങ്ങനെ ഇനി വണ്ടി ഓഫായോ മുഴുവനായിട്ടും ശരിയായിട്ടില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. അതിന് എന്തൊക്കെയോ മാറ്റണം എന്നൊക്കെ. എന്നാലും പോണ വഴി എന്ന് പറയണത് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല.
പിന്നെ നമ്മളിപ്പോൾ ഏകദേശം പോയി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് മൊറയൂർ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് അത് വണ്ടിൻ്റെ കംപ്ലൈൻ്റൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം അടുത്ത യാത്ര പോകാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ നല്ലൊരു മെക്കാനിക്കിനെ കണ്ട് വണ്ടീൻ്റെ 1-2 സാധനങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ വണ്ടി കുട്ടപ്പനായി. പിന്നെ നമ്മൾ നേരെ പോണത് കാന്തല്ലൂരാണ്. കാന്തല്ലൂർ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഏകദേശം ഉച്ച സമയമായിരിക്കണം. അപ്പോൾ നല്ലൊരു ഊണ് തന്നെ കഴിക്കാൻ വിചാരിച്ചു. അവിടെ ഒരു ലോക്കൽ കടയിൽ കയറിയിട്ട് നല്ല ചോറും സാമ്പാറും ഉപ്പേരിയും മീനും ഒക്കെ മേടിച്ചിട്ട് നല്ലൊരു സദ്യ കഴിച്ചു. അപ്പോൾ അതൊരു വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഇനി പോണത് കാന്തല്ലൂരാണ്. ഈ റൂട്ട് ഭയങ്കര ഭംഗിയുണ്ട്. ഞാനും ഇക്കയും ഫസ്റ്റ് ടൈമാണ് കേട്ടോ അങ്ങോട്ട് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അങ്ങോട്ട് പോണത്. സാധാരണ ഞങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടില്ലെങ്കിലും ഇക്ക പോകാറുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും പുതിയതായതുകൊണ്ട് തന്നെ ഒരു വേറെ അനുഭവമായിരുന്നു. പിന്നെ കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലം മെയിനായിട്ട് അവിടെ കൃഷികളും അതുമായിട്ട് അനുബന്ധിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റുക. മെയിനായിട്ട് സ്ട്രോബെറി, അതേപോലെ ആപ്പിള്, പിന്നെ ക്യാബേജ്, അങ്ങനെ ഒരുപാട് ക്യാരറ്റ്, ഒരുപാട് ഫുഡ് ഐറ്റംസ് അവിടെ വിൽക്കാനും സൈഡിൽ കൂടെ വെച്ചിട്ടുണ്ടാവും. നമുക്കൊക്കെ ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് മേടിക്കാൻ പറ്റും. പിന്നെ അവിടെ ചെറിയ സ്ഥലങ്ങളിൽ ഇത് നമുക്ക് വിസിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഈ കൃഷി വിസിറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. അവിടെ ചെറിയൊരു ചാർജും നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ എപ്പോഴും നമ്മൾ ഈ 10 രൂപ 20 രൂപ ഒക്കെ കയ്യിൽ പിടിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ ഗൂഗിൾ പേ വർക്ക് പോലെ ഞങ്ങൾ പെട്ടതാണ്. പക്ഷേ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഓരോ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കൃഷികളും. പക്ഷേ ഞങ്ങൾ ചെന്ന സീസണ് അൺസീസൺ ആയതുകൊണ്ട് തന്നെ ഒന്നും ഫ്രൂട്ട്സൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരുപാട് ഐറ്റം ചെടികളാണെങ്കിലും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റി. അതിനിങ്ങനെ നടന്നു പോകുന്ന ഏരിയ പക്ഷികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ലൊരു പീസായിട്ടുള്ള ഏരിയയാണ്. ശരിക്കും കാന്തല്ലൂർ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതായത് അവിടെ ഒരു പീസ് ആൻഡ് മൈൻഡാണ്. അതായത് ഇങ്ങനെ ഫാമും ഇപ്പോൾ ശരിക്കും സ്ട്രോബെറിൻ്റെ സീസണും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സ്ട്രോബെറി കണ്ട് അടിപൊളിയായിട്ട് മേടിച്ചിട്ട് പോരാൻ പറ്റുക. സ്ട്രോബെറി, അതേമാതിരി ബ്ലാക്ക്ബെറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് അതിൻ്റെയൊക്കെ ജാമും മേടിക്കാൻ കിട്ടും. പിന്നെ അടുത്തത് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയതാണ്. ഫസ്റ്റ് ഇങ്ങനെ പോയി കണ്ട് നമുക്ക് ഭയങ്കര സംഭവം. അവിടെ ജീപ്പിലാണ് അധികം എല്ലാവരും പോകുന്നത്. നമ്മൾ നടന്നിട്ടാട്ടോ പോയത്. ബുള്ളറ്റ് വരണ വരെ ബുള്ളറ്റ് കൊടുന്നിട്ട് ബാക്കി ഭാഗം നമ്മൾ നടന്നിട്ട് പോന്നു. അതിനുശേഷം നമ്മൾ അവിടെ ഒരു സ്ട്രോബെറിൻ്റെ ഫാം ജസ്റ്റ് എടുത്തുള്ളത് കാണാൻ പോയി. നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേന് നമുക്ക് രാത്രി ട്രാവൽ ചെയ്യാനൊരു ചെറിയ പേടി, ബുള്ളറ്റ് പണി തരുമോ വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ നമ്മളെടുത്തൊരു കടയിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് അവിടെ അടുത്തുള്ള ഒരു സ്ട്രോബെറി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ ഒക്കെ കഴിഞ്ഞ് കാന്തല്ലൂർ കഴിഞ്ഞ് മൊറയൂർ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി ആവൽ തുടങ്ങി. അപ്പോൾ ഒക്കെ പറഞ്ഞ് നമുക്ക് നിന്ന് മൊറയൂർ റൂം എടുത്തിട്ട് സ്റ്റേ ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം രാവിലെ ഈ പറഞ്ഞ പോലെ മൂന്നാർ പോകാം. ശരിക്കും ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ ഞാനും അതിന് സമ്മതിച്ചു. അപ്പോൾ മൊറയൂർ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റൂം കണ്ടപ്പം അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് തോന്നുന്നു പൊള്ളാച്ചി ആ റേറ്റിന് റൂം എടുത്ത സ്ഥിതിക്ക് ഈ റേറ്റിന് എന്തായാലും ഇത് നല്ല അടിപൊളിയാണ്. അപ്പോൾ അവിടെ റൂമൊക്കെ എടുത്ത് നിന്ന് അവിടെ കുറച്ച് നേരം ഞങ്ങൾ പീസായിട്ട് അതേപോലെ തന്നെ ഒന്ന് ഫ്രഷപ്പായിട്ട് പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് അതേപോലെ തന്നെ കുറച്ച് നേരം അതിനെ കൂടെ രാത്രി റൈഡൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ റൂമിൽ ഇതായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ ഹോട്ടൽ. അവിടുന്ന് പിന്നെ അവിടെ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. ശരിക്കും അവിടുന്ന് പൊറാട്ടയും ചിക്കൻ കറിയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെയാണ് അവിടുന്ന് കഴിച്ചത്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ റൂമിലൊക്കെ വന്ന് രാവിലെ ആയപ്പോൾ നമ്മൾ ഫ്രഷായി. പിന്നെ ഇവിടെയും നമ്മൾ കുറേ നേരം ഒന്നും സ്പെൻഡ് ചെയ്യണില്ല. ഇവിടുന്ന് ഇനി നേരെ ടപ്പേന്ന് വിടണം, മൂന്നാർ പോകണം. അപ്പോൾ രാവിലെ നീറ്റ് ഫ്രഷായി. പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ നീറ്റ് കഴിഞ്ഞാൽ നമുക്കുള്ളൊരു പരിപാടിയാണല്ലോ ലഗേജ് സെറ്റാക്കി. ഇക്കത അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം ഇനി നമുക്ക് യാത്ര തുടങ്ങണം. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇനി പോണ വഴിയിൽ കഴിക്കാൻ വിചാരിച്ചിട്ടാണ് പരിപാടി. ഇത് പോണതിൻ്റെ ഇടയ്ക്കൊക്കെ പറഞ്ഞതിന് ഒന്നും കൂടി വണ്ടി ചെക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് യാത്ര തുടങ്ങാമെന്ന്. അങ്ങനെ ഇപ്പോൾ ലഗേജൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന അവിടുന്ന് നമ്മൾ പോയി. പിന്നെ നമ്മളെ വണ്ടിക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ എണ്ണടിക്കാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പിൽ കയറിയപ്പോൾ അവിടുത്തെ കാഴ്ച തന്നെ ശരിക്കും കാണാം. പെട്രോൾ പമ്പിൽ നിന്നൊരു അടിപൊളി വ്യൂ പോയിൻ്റാണ്. അപ്പോൾ അത് അവിടെ എണ്ണടിച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ച് നേരം അത് ആസ്വദിച്ച് അങ്ങനെ അവിടെ നിന്ന്. പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ പോണത്
ഇരവിക്കുളം നാഷണൽ പാർക്ക് കാണാനാട്ടോ. ഇത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര വേർത്തായി ഈ ഒരു സംഭവം. കാരണം നമ്മൾ ഫസ്റ്റ് ഇവിടെ പോകണമെന്ന് ഒരു പ്ലാനില്ല, ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു പ്ലാനും ഇല്ലാണ്ട് പോയ ട്രിപ്പാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ആൾക്കാരെ കണ്ടപ്പോൾ നമ്മളൊന്ന് കയറി നോക്കിയതാണ്. പക്ഷേ ഈ ഒരു സ്പോട്ട് ഞാനിതിൻ്റെ മുമ്പ് സ്കൂൾ പഠിക്കുന്ന ടൈമിൽ പോയിട്ടുണ്ട്. നമ്മൾ മൂന്നാർ പോകുമ്പോൾ റിസോർട്ട് എടുക്കുക, അവിടെ സ്റ്റേ ചെയ്യുക, രാവിലെ നീക്കുക പോരുക, അതാണല്ലോ. പക്ഷേ ഇങ്ങനെ മൂന്നാർ കാണാനായിട്ട് പോണത് ഇപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പണ്ട് പോയ അന്നത്തെ ഇതിലേറെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിനി. അതേപോലെ നമുക്ക് അവർക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരുപാട് കൗശല വസ്തുക്കളും അതേപോലെ തന്നെ മാൻമേഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസൊക്കെ അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാനിതൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾക്ക് 200 രൂപ തോന്നുന്നു. 200 രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ മുകളിൽ ബസ്സിലാണ് പോവുക. അവിടുത്തെ തന്നെ ബസ് സർവീസ് ഉണ്ടാവും, അതിങ്ങനെ എപ്പോഴും സർവീസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ക്യൂവിൽ നിൽക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഏകദേശം 4 കിലോമീറ്റർ ബസ്സിൽ പോകണം. ഇതിന് ശേഷമാണ് നമുക്ക് 1 കിലോമീറ്റർ പിന്നെ നടക്കാനുണ്ട്. നമ്മളൊരു പ്രതീക്ഷയില്ലാണ്ട് പോയതാണ്. നമ്മളെ വണ്ടിയിലൊക്കെ ഒരുപാട് ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് ഏരിയ കാണാൻ. നമുക്ക് വേർത്തായി അവിടെ പോയി കഴിഞ്ഞത്. നമ്മൾ അവിടുന്ന് ഒരു ഫാമിലീനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്ന് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെ കണ്ടു അതേപോലെ അവിടുന്ന്. അപ്പോൾ അവർ പോയപ്പോൾ അവർക്ക് അവിടുന്ന് ആടിനെ കാണാൻ പറ്റിയില്ല. കാരണം അവിടെ വരയാട് അവിടുത്തെ ഒരു മെയിൻ സംഭവമാണല്ലോ. പക്ഷേ നമ്മൾ ചെന്ന ടൈമിൽ നമുക്ക് കാണാൻ പറ്റിട്ടോ. പിന്നെ ബസ്സിൽ പോണ യാത്രയും ഭയങ്കര രസമുണ്ട്. 2 സൈഡിലും തേയിലത്തോട്ടങ്ങളും കാടും കുന്നും. ശരിക്കും പറയാച്ചാൽ ചെറിയൊരു അഡ്വഞ്ചറാണ് അവിടേക്ക് എത്തുന്നത്. ബസ്സിലല്ലേ, ബസ്സുകൾ തമ്മിൽ കൂട്ടിമുട്ടോന്നൊക്കെ തോന്നും നമുക്ക്. പിന്നെ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കുറേ നടക്കണം. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളും തന്നെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. പക്ഷേ കാറ്റുള്ളത് കൊണ്ട് തന്നെ വെയിൽ ഫീൽ ചെയ്തില്ല. ഞാൻ വിചാരിച്ചിരുന്നു ഏകദേശം ഒരു 10 മണി 11 മണി സമയമൊക്കെ ആയിട്ടില്ല, നല്ല വെയിലേക്കൊരു വിചാരിച്ചിരുന്നു. വെയിലുണ്ട് പക്ഷെ നമുക്കത് ഫീൽ ചെയ്യണില്ല. നല്ലൊരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നടന്നു പോകാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ നല്ല ഓളത്തിൽ രസത്തിൽ അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് രസമായിട്ട് അങ്ങനെ പോയി. അതിൻ്റെ ഇടയിൽ നമ്മളൊരു സാധനത്തിനെ കണ്ടു, പാമ്പ്. അവിടെ ഒരു റോഡിൻ്റെ സൈഡിൽ വെള്ളത്തിൽ. പക്ഷെ അത് ഫോറസ്റ്റുകാർ കണ്ടിട്ടും അവരത് മൈൻഡ് ആക്കണമെന്നില്ല. അത് അവിടെ ഉള്ള ഒരു ജീവി ആയതുകൊണ്ട് തന്നെ അവർ ഒന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ ആ സാധനം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നടക്കാനായിട്ട് കുറേ ഭംഗിയുള്ള ഏരിയസൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. പിന്നെ അവിടെ മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രവേശനം ഇത്രമാത്രം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അത് അത്ര വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കാണുന്നത് ഒരു കുന്നും മലയും താഴ്വാരവും ഒക്കെ ഇങ്ങനെ നമ്മൾ ചിത്രത്തിൽ വരച്ച് വെച്ച് പോലുള്ള കാഴ്ചകളാണ് കാണാനുള്ളത്. പിന്നെ കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കണു. നമ്മൾ കുറേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ വന്നിട്ട് നല്ല രസമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെയുള്ളൊരു പ്രതീക്ഷ ഈ സാധനത്തിനെ കാണുമെന്നുള്ളതാണ്, വരയാടിനെ കാണുമെന്നുള്ളതാണ്. എന്തായാലും നമുക്ക് 2 കാണാൻ പറ്റി. ഏറ്റവും ടോപ്പിലും ഒന്നിനെ കണ്ടു. പിന്നെ തിരിച്ച് പോന്നപ്പോഴും ഈ പറഞ്ഞ പോലെ ഇതിനെ കാണാൻ പറ്റി. ഇതിപ്പോൾ അത്ര ഭയങ്കര വലിയ സംഭവമൊന്നും അല്ലെങ്കിലും നമുക്ക് അവിടുത്തെ മെയിൻ സംഭവം അതാണല്ലോ. അതേപോലെ ഇവിടെ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്ന ടൈമിലും ഇതേപോലെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. സീസൺ ടൈമിൽ വന്നാൽ അതിൻ്റെ ഭംഗിയും കൂടി ആസ്വദിക്കാൻ പറ്റും. ഞങ്ങൾ വന്നപ്പോൾ എന്തായാലും ഒട്ടും സീസൺ അല്ലാത്തൊരു ടൈം ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതൊന്നും ഉണ്ടായില്ല. നീലക്കുറിഞ്ഞൊന്നും പൂത്തിട്ടില്ല. പക്ഷേ സാധനത്തിനെ കണ്ട്. പിന്നെ താഴെത്തി കഴിഞ്ഞപ്പോഴത്തേന് തന്നെ ക്ഷീണിച്ച് ഞങ്ങൾ കുറച്ച് ജ്യൂസും വെള്ളവും ഒക്കെ മേടിച്ച് കഴിച്ച്. ആര്യന് ഞാൻ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൊടുത്തു. പിന്നെ ഇവിടെ താഴെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അതായത് നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ കാണുന്നതിലേറെ കാട്ടിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു 100 രൂപയാണ് ചാർജ്. പിന്നെ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങൾ മൂന്നാർ ടൗണിലെത്തിയപ്പം ഒരു ചെറിയ മയക്കുള്ള കോളമാതിരി ഫീൽ ചെയ്തു. റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ ലഞ്ച് കഴിക്കാനുള്ള ടൈം ഏകദേശം 1 മണിയൊക്കെ ആയി നമ്മൾ തിരിച്ചിറങ്ങിയപ്പം. അപ്പോൾ അവിടുന്ന് നല്ല ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ വണ്ടിയൊക്കെ നിർത്തി. ഇപ്പോൾ നല്ല ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം നമുക്ക് ഈ ടൈമിൽ അപ്പോൾ മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ കാരണം നമുക്ക് ഈ ടൈം വെറുതെ കളയണ്ട, നമുക്ക് ഫുഡ് കഴിക്കാറിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഫുഡ് നല്ല മഴയും തണുപ്പായതുകൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനിരുന്ന് രണ്ടാളും, ഒരാൾ ബീഫ് ബിരിയാണി ഒരാൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത്. അധികം എനിക്ക് പറഞ്ഞപ്പോൾ ഞാൻ മസാല ഇല്ലാത്ത റൈസ് എടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ തന്നെ ഒരു റിസോർട്ട് പോയിട്ട് നോക്കി നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ മഡ് സ്റ്റേയും അതേപോലെ തന്നെ
നമുക്ക് ടെൻറ്റിൽ സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മൂന്നാർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. നമുക്ക് ഇരവിക്കുളം നാഷണൽ പാർക്ക് കണ്ടത് തന്നെ എനിക്ക് ഭയങ്കര വെർത്തായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ ഓരോ നല്ല ഏരിയകളൊക്കെ കാണുന്ന കവർ ചെയ്ത് അങ്ങനെയാണ് നമ്മളെ ട്രിപ്പ് നടന്നത്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട് അയക്കരുത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ അവിടെ സേഫ് എന്നൊന്നും അറിയില്ല ശരിക്ക്. ഒരുപാട് ടെൻറ്റുകളും ഉണ്ട്, അതേപോലെ തന്നെ മഡ് ഹൗസും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. എന്തായാലും ആംബിയൻസും കാര്യങ്ങളൊക്കെ കൊള്ളാം. നമ്മൾ ഗ്രൂപ്പായിട്ട് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. പിന്നെ നമ്മൾ അവിടുന്ന് പോകുന്നു. പിന്നെ നമ്മളങ്ങനെ പിറ്റേ ദിവസം തിരിച്ചു പോരുക ചെയ്തത്. അങ്ങനെ നമ്മൾ എറണാകുളം പോകാൻ വിചാരിച്ചു. എറണാകുളം എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നിട്ട്, ബ്രദറിൻ്റെ വീട്ടിൽ നിന്നിട്ട് നമ്മൾ എറണാകുളം കൂടി എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള പ്ലാനാണ്. പിറ്റേ ദിവസം എറണാകുളം നമ്മൾ കവർ ചെയ്യാമെന്ന് വിചാരിച്ച് വെറുതെ ഏതായാലും പോകുന്നതല്ലേ ബൈക്കിൽ. അപ്പോൾ ഒരു ദിവസം കൂടി എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ എറണാകുളം കൂടി കറങ്ങിയിട്ട് പിറ്റേ ദിവസം പോവാമെന്ന് വിചാരിച്ച്. അപ്പം അവിടെ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞപ്പം അരിനെയും കൊണ്ട് വൈകുന്നേരം ഒന്ന് ലുലു മാളൊക്കെ ഒന്ന് പോയിട്ട് കാണാൻ വിചാരിച്ചു. അവിടെ ചെന്ന് ആര്യന് ലുലു മാളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഓന് വേറെ വൈബായി. ഓന് ഈ ട്രിപ്പിൽ ശരിക്കും അവന് എൻജോയ്മെൻറ്റ് പറയണത് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു അവന് വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. അവിടെ നിന്ന് ഒരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തിട്ടാട്ടോ വീട്ടിലെത്തി. പിന്നെ രാവിലെ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അവിടെ ഇറങ്ങാൻ വിചാരിച്ചു. ഇക്കാക്ക് അറിയണ ഒരുപാട് സ്പോട്ടുകൾ ഉണ്ടാക്കുക, അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരാൻ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. എറണാകുളത്തുള്ളൊക്കെ കുറേ കാലം അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ കുറേ സ്ഥലങ്ങൾ അറിയാം. അപ്പോൾ ഞാൻ ഇവിടെ പോയിനെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഞാനതൊക്കെ കേട്ട് ആര്യനും വെള്ളം കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തിയപ്പോൾ അവിടെ മീൻ പിടിക്കണ ചേട്ടന്മാർ പറഞ്ഞ 100 രൂപ എന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ ഞങ്ങൾ മീൻ വല ഇടുന്നത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് അവിടെ അറ്റം വരെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് നമ്മളൊന്ന് ട്രൈ ആക്കി. അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അയാൾ ഒരുപാട് ഹിസ്റ്ററി പറഞ്ഞത് നമുക്ക് കേൾക്കാൻ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അയാൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും ചെയ്തു. പണ്ടത്തെ ഓരോ ചരിത്രങ്ങളും കാര്യങ്ങളും പിന്നെ മീൻ പിടിക്കുന്നതും അയാൾ പോണതും കടലിൽ പോയാൽ ഉള്ള കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. പിന്നെ ഈ സാധനം വല താഴ്ത്തും പൊന്തിക്കും. മീനിനൊന്നും ഒരുപാട് കിട്ടണില്ല കേട്ടോ, കുഞ്ഞു മീനുകളെ കിട്ടുന്ന മീനൊക്കെ എടുത്ത് തിന്നാനായിട്ട് കുറ്റികൾ കുറേ വെയിറ്റ് ചെയ്യണുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഒരു കാഴ്ച നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ചെന്ന് നിന്നിട്ടൊരു ഫോട്ടോ എടുത്തരാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഫോട്ടോ എടുക്കൊന്നും വേണ്ടിയിരുന്നെങ്കിലും എനിക്ക് അവിടെ കണ്ട് കാഴ്ചകളൊക്കെ അത് ഇഷ്ടമായി. നമ്മൾ ഫോട്ടോ കഴിച്ച് പോകുമ്പോൾ അങ്ങനെ അതിനെ കൂടി ഇറങ്ങി നടക്കുകയെന്നല്ലാതെ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ അവർ പിടിക്കണ മീൻ നമുക്ക് നല്ല സെറ്റാക്കിയിട്ട് ഉണ്ടാക്കി തരും. അതേപോലെ അപ്പോൾ ഒരു കടലിൽ പോണ ആൾക്കാരെ മീൻകറിയൊക്കെ നല്ല ടേസ്റ്റാണ് പറയണേക്കുക. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്ത് തരും. നമ്മൾ എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷെ എന്നാലും അതൊക്കെ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെടുത്ത് സംസാരിക്കണമൊക്കെ. അപ്പോൾ ഞങ്ങൾ പിന്നെ ബ്രദറിൻ്റെ വീട്ടിലായതുകൊണ്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒക്കെ വേണമെങ്കിൽ കഴിക്കാനൊക്കെ പറഞ്ഞു. കാരണം നല്ല കൊഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ എൻ്റെ അടുത്ത് വേണമെങ്കിൽ നമുക്ക് മേടിച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അത്രയ്ക്ക് ഫിഷ് ലവർ അല്ലാത്തതുകൊണ്ട് വേണ്ട പറഞ്ഞ് ഫുഡ് കഴിക്കാനൊന്നും എന്തായാലും നമ്മൾ നിന്നില്ല. അവിടെ കുറേ ഏരിയയിൽ അങ്ങനെ ആൾക്കാർ ഫിഷുമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താലും അത് അപ്പം തന്നെ നമുക്ക് കറിയൊക്കെ വെച്ചിട്ട് ഇവിടെ നല്ലൊരു ആംബിയൻസിലിരുന്ന് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോഴൊക്കെ പ്രാവശ്യം നമ്മൾ വീട്ടിൽ ഫുഡ് തന്നെ ഉണ്ടാക്കിയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആര്യന് ചെറിയ കടയിലുള്ള ഓരോ സാധനങ്ങൾ കണ്ടിട്ട് കരച്ചിലും വാശിയൊക്കെ ആയി. പിന്നെ നമ്മൾ നല്ലൊരു ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ചോദിക്കുകയാണ് തിരക്കില്ലാത്ത റൂട്ട് ഏത് തന്നെയാണ്. പിന്നെ നമ്മൾ നേരെ പോയത് പിന്നെ നമ്മൾ പോണത് മട്ടാഞ്ചേരി ആ ഏരിയയിൽ കൂടെയൊക്കെയാണ്. അവിടെയൊക്കെ ശരിക്കും ഒരുപാട് ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ മുക്കും മൂലയും കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളെപ്പോൾ പോകുമ്പോഴും ഭയങ്കര കൗതുകത്തിൽ നോക്കുന്ന സ്ഥലങ്ങളാണ്. അതിനെ കൂടെ കുറേ നേരം തേരാപ്പാര നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ പോയത് ബോൾഗാട്ടി പാലസ് കാണാനാണ്. ഞാൻ ഇവിടേക്കും ഫസ്റ്റ് ടൈമാണ് പോണത്. അവിടെ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ എൻട്രി ഒന്നുമില്ല. നമുക്ക് അവിടുത്തെ റെസ്റ്റോറൻറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുക. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ രീതി. അപ്പോൾ എന്തായാലും അവിടം വരെ പോയ സ്ഥിതിക്ക് നമ്മൾ പിന്നെ ജങ്കാറിലും പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അവിടെ എത്തിക്കഴിഞ്ഞപ്പം
നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ കായലിൻ്റെ തീരത്തൊക്കെ ഇരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞ് ആരിനും തന്നെ നല്ല ഇഷ്ടമായി. പിന്നെ അവിടെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അങ്ങനെ ടൂറിസ്റ്റുകൾ അങ്ങനെ അങ്ങോട്ട് ചെല്ലണില്ല. കാര്യമായിട്ട് അവിടുത്തെ റെസ്റ്റോറൻറ്റ് യൂസ് ചെയ്യാൻ ആൾക്കാർ വരുന്നത്. പിന്നെ എനിക്ക് ഒന്നാമത് അവിടെ ഇഷ്ടമായത് അവിടെ ഒക്കെ പറഞ്ഞ കുറേ ഫിലിംസൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ മറ്റേ മൈബോസിൽ ഉള്ള ആ വീട് ഇവിടെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തു. പിന്നെ അതേപോലെ തന്നെ കുറേ ഫിലിമിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ്, അതായത് കായലിനോട് ചേർന്നിട്ടുള്ള അതേപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള കായലിനോട് ചേർന്ന് നമുക്ക് ബോട്ടും ഇതൊക്കെ കയറാൻ പറ്റുന്ന അതൊക്കെ നേരിട്ട് എടുത്ത് ഞാനിപ്പോൾ എപ്പോഴും പോകുമ്പോൾ നമ്മളിങ്ങനെ അല്ലെങ്കിൽ ബോട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ കാണുന്ന കാഴ്ചയാണത്. അവിടെ തന്നെ പോയിട്ട് കാണാൻ പറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ മൈബോ സിനിമയിൽ കണ്ടിട്ടുള്ള ആ വീട്. അതെനിക്ക് ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് അതാണെന്നുള്ളത്. എൻ്റെ വിചാരം അത് ആലപ്പുഴ എവിടെയുള്ളൊരു ആയിരുന്നു. പിന്നെ അതിനെ കൂടെ ബോട്ടിങ്ങിനൊക്കെ പോകണപ്പോൾ ഞാൻ ഇതേപോലെ ബോട്ടിങ്ങിൽ പോയപ്പോഴാണ് ഈ ഏരിയ കാണുന്നത്. ഇതിവിടെ ഇങ്ങനെ അടുത്ത് വന്ന് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനി ആദ്യമൊക്കെ എപ്പോഴും വിസിറ്റേഴ്സ് അലോഡ് ചെയ്യുന്നു തോന്നുന്നു. ഇപ്പോഴാണ് ഇതിങ്ങനെയൊക്കെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വലിയ അറിവൊന്നുമില്ല, എൻ്റെ അറിവാണ് ഞാൻ ഷെയർ ചെയ്യണത്. എന്തായാലും അവിടെ നമുക്ക് ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ നേരം പീസായിട്ട് അവിടെ ഈ ഒരു ഏരിയ ഒക്കെ എനിക്ക് തോന്നുന്ന സിനിമയിൽ ഏതൊക്കെയോ സിനിമയിൽ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ മെട്രോ അതേപോലെ മറൈൻ ഡ്രൈവിൻ്റെ ഒരു തല മുതൽ ഒരു തല വരെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എനിക്കിങ്ങനെയൊക്കെ പറഞ്ഞു തരുമായിരുന്നു അതൊക്കെ. ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. കാരണം ദൂരത്തുനിന്ന് ഈ മറൈൻ ഡ്രൈവും അതേപോലെ തന്നെ വാട്ടർ മെട്രോ ഒക്കെ സൈഡിലൂടെ പോകണതൊക്കെ. വാട്ടർ മെട്രോയിലൊന്നും ഞങ്ങൾ ഇപ്രാവശ്യം പോകാനൊന്നും നിന്നില്ല കേട്ടോ. അതിനൊന്നും പിന്നെ നിന്നില്ല. ഏകദേശം ഒരു ഇതിനെ കൂടെ ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ 2 മണി 3 മണിയൊക്കെ അയക്കണം. അപ്പോൾ നമ്മൾ പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇറങ്ങി. അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ യാത്ര ഇനി പിന്നെ നടത്തിരിക്കണം. ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ. എന്തായാലും 3-4 ദിവസം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പല സ്ഥലങ്ങളിലൂടെ പല കൾച്ചറും പല ഒരു ഇങ്ങനെയുള്ള യാത്രകൾ ശരിക്കും നമുക്ക് മൈൻഡിന് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതേപോലെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാനാട്ടോ എനിക്ക് ഭയങ്കര താല്പര്യം. ഇപ്പോൾ എന്തായാലും വർക്കിൻ്റെ തിരക്കും പ്രഷറും കാരണമൊന്നും വീഡിയോസ് ഇടാൻ അങ്ങനെ പറ്റാറില്ല. എന്തായാലും വീഡിയോസ് എപ്പോഴും ഇടാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.